സാംസങ് അൺപാക്ഡ് ഇവൻ ജനുവരി 2024 രാജാവിൻ്റെ വരവ് S24 സീരീസുകളുടെ ലോഞ്ച് ഇവന്റ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഇവന്റ് ഞാനും ലൈവായിട്ട് ഇരുന്ന് കണ്ടു. അത് കാണുന്നതിൻ്റെ ഒപ്പം ഒരു ഡയറിയും പേനയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന പ്രധാന പോയിന്റുകളും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാം, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. പക്ഷേ മൊത്തത്തിൽ എനിക്ക് ഒന്നും എഴുതാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഫോൺ മോശമാണെന്നോ അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള ഒരു ഇവന്റ് ആണെന്നോ ഒന്നും ഞാനിവിടെ സ്ഥാപിക്കാനോ തർക്കിക്കാനോ വരുന്നില്ല. എൻ്റെ തോട്ട്സ്, എൻ്റെ പേഴ്സണൽ തോട്ട്സ് മാത്രമാണ് ആ ഒരു ഈവൻറ്റിനെയും ഈ വരുന്ന ഫോണുകളെ കുറിച്ചുള്ള ഒരു മുൻവിധി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ മുൻവിധിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പലർക്കും യോജിക്കാൻ പറ്റും, പലർക്കും എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ഇത് എൻ്റെ തീർത്തും പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാണ്. ഈ ഒരു ഈവൻറ്റ് ഓവറോൾ തുടങ്ങിയപ്പോൾ തന്നെ ഫോണുകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു ഗാലക്സി AI ഫീച്ചറിനെ, ആ ഒരു സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിനെ, AI ഫീച്ചറിനെ കുറിച്ചാണ് അവർ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിവേ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ആളല്ല. കാരണം AI എന്താണെന്നും ആ ഒരു ഫീച്ചേഴ്സ് എന്താണെന്നും അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഫോണിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതും ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടി യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് അതിൽ സാംസങ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങൾ, നമുക്കൊരു മീറ്റിങ്ങോ കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് നല്ല ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ക്യാമറയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയത്. ഒക്കെ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പോൾ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് നമുക്കത് ഓരോരുത്തരുടെയും യൂസ് അനുസരിച്ചിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലി സംബന്ധമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒരു പക്ഷേ ഇതിലുള്ളത് ആവശ്യമായിട്ട് വരും. അതിലൊരു ഫീച്ചർ എനിക്കിഷ്ടമായത് അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ കാണുന്നത് അത് റൗണ്ട് ഒരു സർക്കിൾ വരച്ചുകൊണ്ട് നമുക്കത് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാവുന്ന ഫീച്ചേഴ്സ് ഇതിൽ കൊണ്ടുവന്നത് വളരെ നന്നായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, നമുക്ക് ആ ഒരു AI ഫീച്ചർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്താം. ഫോണിലോട്ട് വരുമ്പോൾ 3 ഫോണുകളാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. ആസ് യൂഷ്വൽ സാംസങ് ഗാലക്സി S24 അൾട്ര, S24 പ്ലസ്, S24 ഈ 3 ഫോണുകളാണ് വരുന്നതിൽ. അതിൽ അൾട്രയിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ ചിപ്സെറ്റാണ് വരുന്നത്. ബാക്കി എല്ലാത്തിലും ഇന്ത്യ അടക്കമുള്ള മെജോറിറ്റി രാജ്യങ്ങളിലും വരുന്നത് Exynos 2400 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് വെച്ചിട്ടാണ്. അവിടെ തന്നെ എൻ്റെ പകുതി പ്രതീക്ഷ പോയി. കാരണം എന്തിന് 2 ചിപ്സെറ്റ് ഒരു ഫോണിൽ ഇറക്കുന്നു? ഇപ്പോൾ അമേരിക്കയിലും ചൈനയിലും സ്നാപ്ഡ്രാഗൺ ആ ഒരു 8 Gen 3യുടെ വെച്ചിട്ട് വരുമ്പോൾ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലോട്ട് എന്തിന് ഈ ഒരു എക്സിനോസ് കൊണ്ടുവരണം? അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എക്സിനോസ് ചിപ്സെറ്റ് തന്നെ വെക്കണം. എനിവേ, അതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാനായിട്ട് സാധിക്കില്ല. ഈ എക്സിനോസിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് അത്ര നല്ലൊരു ഔട്ട്പുട്ടല്ല ഇതുവരെ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് തന്നിട്ടുള്ളത്. കാരണം ഒന്നുകിൽ പെർഫോമൻസ് ഇഷ്യൂ, അല്ലെങ്കിൽ ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂ, ത്രോട്ടിലിംഗ് ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു ചിപ്സെറ്റ് പോലും ഈ എക്സിനോസ് സീരീസിൽ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകളോട് മത്സരിച്ച് ഒരു പടി മുന്നിലാണ് നിൽക്കുന്നത് എന്ന് പറയാവുന്ന ഒരു പ്രൊഡക്റ്റ് പോലും എക്സിനോസിൽ ശരിക്കും ഇല്ല. സോ ആ ഒരു ഹിസ്റ്ററി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ ഇങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചതിനോട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല. ഇനി ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ S24ഉം S24 പ്ലസും ടിറ്റോ സെയിം, ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല. 23, 24 ഒക്കെ ആ ഒരു 2 കഴിഞ്ഞ വർഷത്തെ ഫോണുകൾ എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് അത് തന്നെയാണ്. ഒരു തരത്തിലുള്ള മാറ്റവും ആ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. എക്സാക്ട്ലി സെയിം. ഇനി 24 അൾട്രയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 23 ഫോണിനെ അപേക്ഷിച്ചുകൊണ്ട് കർവ് ഡിസ്പ്ലേ മാറ്റിക്കൊണ്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറയുന്ന ഹാർഡ്വെയറിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് നമുക്കൊന്ന് മാറ്റി നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ AI ഫീച്ചേഴ്സ് എല്ലാതും വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ ഇപ്പോൾ പറയുന്ന S23 സീരീസുകളിലോട്ട് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി, അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണുകളിലോട്ടും കിട്ടും. സോ എന്താണ് ഈ വർഷത്തെ ഫോണിൽ വരുന്ന പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആപ്പിളിനെ കോപ്പി അടിച്ചുകൊണ്ട് അതിൻ്റെ ആ ഡിസൈൻ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കുറച്ച് ഫ്രെയിമിൽ കുറച്ച് ടൈറ്റാനിയം ഫ്രെയിം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് iPhone 15 സീരീസിലത്തെ സെയിം ഫ്രെയിം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും S24 അൾട്രയിൽ മാത്രം, ബാക്കി എല്ലാത്തിലും നോർമൽ അലുമിനിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ബിൽറ്റ് വൈസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വൈസോ ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കാം. നമ്മൾ ഒരു 1,00,000 രൂപ കൊടുത്തിട്ട്, ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് S24 സീരീസിന് 80,000 രൂപ, S24 പ്ലസിന് 1,00,000 രൂപ, S24 അൾട്രയ്ക്ക് 1,30,000 രൂപ. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണ് അതിനൊരു യുണീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ കാണുമ്പോൾ ഇത് S24 സീരീസ് ആണ് അല്ലെങ്കിൽ S24 അൾട്ര ആണ് എന്ന് മനസ്സിലാവുന്ന ഒരു, നമ്മൾ S23 അൾട്രയും S24 അൾട്രയും കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല. എന്തിനധികം പറയുന്നു, നോർമൽ എ സീരീസ് എടുത്താൽ പോലും 25,000 രൂപയുടെ ഫോൺ എടുത്താൽ പോലും അല്ലെങ്കിൽ 15,000 രൂപയുടെ ഫോൺ എടുത്താൽ പോലും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസൈൻ തന്നെയാണ് അവിടെ വരുന്നത്. ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. ആ ഒരു യുണീക്ക് എന്ന് പറയുന്ന, ആ കൊടുക്കുന്ന പൈസക്കുള്ള നമ്മുടെ കയ്യിലിരിക്കുന്നത് ആ ഒരു ഫോണാണ് എന്ന് എന്തോ എനിക്കൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നേ ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് ആണ് ഇപ്രാവശ്യത്തെ. അറിയാമായിരുന്നു ഓൾറെഡി, റൂമറും കാര്യങ്ങളും ലീക്ക്ഡ് ഇമേജസും എല്ലാം സെയിം തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ഡിഫറൻസും ഇല്ല എന്നുള്ളതാണ്. അവർ ഒരു തരത്തിലുള്ള എന്താ പറയുക ഹൈപ്പും ഇല്ലാതെയാണ് ഈ ഒരു S24 അൾട്ര ഈ ഒരു ഇവൻറ്റിൽ കൊണ്ടുവന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം ഫോണിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ AI ഫീച്ചേഴ്സ് എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ആൻഡ്രോയിഡ് ഫോണ്, സാംസങ് അല്ല ആൻഡ്രോയിഡ് ഫോണുകളിലല്ല, അതിപ്പോൾ വിവോയുടെ ആണെന്നുണ്ടെങ്കിലും റിയൽമിയുടെ ആണെങ്കിലും ഗൂഗിളിൻ്റെ ആണെങ്കിലും എല്ലാത്തിലും ഇതിൽ പറയുന്ന ഒരു വിധം എല്ലാ AI ഫീച്ചേഴ്സും വരും സമയങ്ങളിൽ മറ്റു ഫോണുകളിലും കിട്ടും. സോ ഇവർക്ക് മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ളൊരു AI ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. അതിലൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും S Pen തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം കുറച്ച് രസകരമാക്കിയിട്ടുണ്ട്, കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതല്ലാതെ കഴിഞ്ഞ വർഷത്തെ S23 ഫോണിനെ അപേക്ഷിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഈ വർഷത്തെ ഫോണിലില്ല. 200 മെഗാ പിക്സലിൻ്റെ തന്നെ പുതിയ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 10x ഒപ്റ്റിക്കൽ സൂം ഉണ്ടായിരുന്നത് 5x ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വർഷം ഭരിക്കാൻ പോകുന്നത് ഈ ഒരു S24 സീരീസ് തന്നെയായിരിക്കും, അതിലൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു S24 എടുക്കാനായിട്ട് ഇങ്ങനെ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, എനിക്ക് അവരുടെ അടുത്തൊരു പറയാനുള്ള എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S23 സീരീസ് ഇപ്പം നല്ല റേറ്റ് കുറവിന് കിട്ടും. ഈവൻ യൂസിനാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 45,000-ന് S23 കിട്ടും. അത് വാങ്ങിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലുള്ള അപ്ഡേഷനിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അതിലും വരും. ഏത് AI ഫീച്ചേഴ്സ്. പിന്നെ ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കാലം സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനിയും 4-5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും അതിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ S23 സീരീസ് ഫോണുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. ഉള്ളത് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ആണ്. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇത് തീർത്തും എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എന്തായാലും S23 ഫോണിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഈ ഒരു S24 അൾട്ര തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും എനിക്കില്ല. പക്ഷെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.